പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ സമ്പാദിക്കുന്ന പണവും നിങ്ങളുടെ വീട്ടിലെ അടുക്കളയും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാനാകുമോ? നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം എങ്ങോട്ട് ചോർന്നു പോകുന്നു എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അതിൻ്റെ ഉത്തരം നിങ്ങളുടെ അടുക്കളയിൽ തന്നെയുണ്ട്. നിങ്ങൾ സമ്പാദിക്കുന്ന പണവും നിങ്ങളുടെ അടുക്കളയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ കുറച്ച് ടിപ്സുകളും കൂടി ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങൾ പോലും അറിയാതെ എത്രയോ രൂപയാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുന്നത്. ഒരു ശരാശരി കുടുംബം തൻ്റെ വരുമാനത്തിൻ്റെ വലിയൊരു ശതമാനം ചിലവാക്കുന്നതും അടുക്കളയിലാണ്. ഇതിൽ എത്രയോ ശതമാനം സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാതെ കളയുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഈ ചെറിയ തെറ്റുകൾ നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നതിന് പകരം ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. നമ്മളെല്ലാവരും പണം സമ്പാദിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനാണ്. എന്നാൽ പലപ്പോഴും നിങ്ങൾ സമ്പാദിക്കുന്ന പണം നിങ്ങൾ അറിയാതെ തന്നെ ചോർന്നു പോകുന്നു എന്നുള്ളതല്ലേ സത്യം. ഇതിനുള്ള കാര്യങ്ങൾ നമ്മൾ അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങണം. നിങ്ങൾക്ക് കൃത്യമായൊരു പ്ലാനിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് മാസാവസാനമാകുമ്പോഴേക്കും നിങ്ങളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ള ആളുകൾ ഉണ്ടായിരിക്കും. എന്നാൽ ഇതിനെക്കുറിച്ച് അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കും. അവർക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പം ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഷോപ്പിങ്ങിന് പോവുക. അതിനായിട്ട് എളുപ്പമായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾ മൺഡേ തുടങ്ങി അടുത്ത സൺഡേ വരെ ചെയ്യാൻ പോകുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കുക്ക് ചെയ്യാൻ പോകുന്നത്, ആ വിഭവങ്ങളെക്കുറിച്ച് നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുക. ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം, ലഞ്ച്, സ്നാക്സ്, ഡിന്നർ, അതൊക്കെ എന്താണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് അതിനെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടാക്കി അതൊരു ഡയറിയിലോ ഒരു പേപ്പറിലോ എഴുതി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ഒഴിവാക്കാൻ സാധിക്കും. നമ്മളിപ്പം ഷോപ്പ് ചെയ്യാനായിട്ട് ഒരു മോളിലാണ് പോകുന്നതെങ്കിൽ അവിടെ കാണുന്ന സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ലെങ്കിലും നമ്മൾ അതെല്ലാം വാങ്ങിക്കൂട്ടുന്ന ഒരു പ്രവണത സാധാരണ എല്ലാവരിലും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത് വലിയൊരളവിൽ നമ്മളുടെ പണം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അനാവശ്യ സാധനങ്ങൾ വാങ്ങുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം, പരസ്യം കണ്ട് നമ്മൾ പല സാധനങ്ങളും വാങ്ങിക്കൂട്ടാറുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ളതായിരിക്കാം. അങ്ങനെയുള്ള സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് മുൻപ് നല്ലതുപോലെ ആലോചിക്കുക. അതുപോലെ പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കാൻ പൊതുവെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ നമ്മളുടെ പോക്കറ്റ് ചോരുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണിത്. വല്ലപ്പോഴുമൊക്കെ പുറത്തു പോയി കഴിക്കുന്ന സ്വഭാവം നമ്മുടെ ആരോഗ്യത്തെ മാത്രമല്ല നമ്മുടെ പണത്തെയും സേവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം നിങ്ങളുടെ വീട്ടിൽ തന്നെ വൃത്തിയായ സാഹചര്യത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. പണം സേവ് ചെയ്യാനുള്ള മറ്റൊരു മാർഗം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ബേക്കിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ പിക്കിൾ ഉണ്ടാക്കാനോ ഒക്കെയുള്ള കഴിവുള്ള ആളാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെറിയ രീതിയിൽ കേക്ക്സോ കുക്കീസോ പിക്കിളോ ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ നെയ്ബേഴ്സിനും ഫ്രണ്ട്സിനുമൊക്കെ കൊടുക്കുക. അത് വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു നല്ലൊരു സൈഡ് ബിസിനസ്സായി തുടങ്ങുകയും അതിലൂടെ നല്ലൊരു വരുമാനം സമ്പാദിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റുള്ള റൂമുകളൊക്കെ വൃത്തിയാക്കി വെക്കുന്നത് പോലെ നിങ്ങളുടെ കിച്ചണും സ്റ്റോർ റൂമും എപ്പോഴും വൃത്തിയാക്കി വെക്കുക. അപ്പം അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് കൃത്യമായി അറിയാനായിട്ട് സഹായിക്കും. അടുക്കളയും മറ്റും വൃത്തികേടായും ചിട്ടയും ഇല്ലാതെയൊക്കെ ഇരിക്കുമ്പോൾ ഉള്ള സാധനങ്ങൾ തന്നെ ശ്രദ്ധിക്കാതെ നിങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങുകയും അങ്ങനെ പണം അനാവശ്യമായി ചിലവാകുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ സേവ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ തരുന്ന സപ്പോർട്ട് എനിക്ക് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.